യങ്സ്റ്റേഴ്സ് മാത്രമല്ല എല്ലാവരും ഒരുപോലെ ഈ ജെമിനി ഒക്കെ യൂസ് ചെയ്തിട്ട് പുതിയ ട്രെൻഡിനുള്ള സാധനങ്ങൾ ജനറേറ്റ് ചെയ്യാറുണ്ടല്ലോ. ഇപ്പൊ ട്രെൻഡ് ആയിട്ടുകൊണ്ടിരിക്കുന്ന ഈ നാനോ ബനാന സാരി ആ ഒരു സംഭവമൊക്കെ എല്ലാവരുടെയും സ്റ്റോറീസിലും സ്റ്റാറ്റസിലും ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇതുപോലത്തെ സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇതിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിൽ അതൊരു ഹാംഫുൾ ആവോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു, മറിച്ച മറുക് AI ഫോട്ടോയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ജെമിനിയില് ഈ സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഒരു ലേഡി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പൊ ഇതിനോട് എന്താ പറയാനുള്ളത്? ഞാൻ മനസ്സിലാക്കിയത് അതിൽ മറ്റൊരു വ്യൂ ആണ്. അതായത് ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒരു ഫോട്ടോ എനിക്ക് തരാൻ പറഞ്ഞാൽ നിങ്ങൾ തരുമോ? നമ്മൾ ആദ്യം ചോദിക്കുക എന്തിനായിരിക്കും എന്നല്ലേ. പക്ഷേ ഞാൻ പറയാണ്, ഞാൻ 1000 രൂപ തരാം, നിങ്ങളൊരു ഫോട്ടോ എനിക്ക് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ഇല്ലാതെ തിരിച്ചു കൊടുക്കും. അതേ സാധനം തന്നെയാണ് ഇവിടേക്കും നടക്കുന്നുള്ളത്. ഇപ്പോൾ ഗൂഗിൾ വന്നിട്ട് ഡയറക്റ്റ്ലി നിങ്ങളുടെയൊക്കെ ഫോട്ടോസ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കൊടുക്കുമോ? ഇല്ല. ഇത്രയും ഫോട്ടോസ് ഡാറ്റാസ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഓർക്കണം, ഗൂഗിളിനാണ് VO3 എന്നുള്ള മോഡൽ. ഫസ്റ്റ് ഓഡിയോ കൊണ്ടുവന്നത് അവരാണ്, വീഡിയോസിലേക്ക് ഓഡിയോ കൊണ്ടുവന്നത് VO3 മോഡൽ വെച്ചിട്ടാണ്. ആ VO3 ഇനിയും കുറേ പെർഫെക്ഷൻസ് വരാനുണ്ട്. മേ ബി ഈ ഡാറ്റാസൊക്കെ എടുത്തിട്ട് VO3ൻ്റെ നെക്സ്റ്റ് ഒരു വേർഷൻ VO4 ഇറങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിലോ, അതായത് നമ്മളുടെയൊക്കെ കറക്റ്റ് എന്താണോ ഓരോരുത്തരുടെ സ്കിൻ ടോൺസും ഇത് കിട്ടുന്നുള്ള പറഞ്ഞാൽ ഓരോ സ്പെസിഫിക് സ്ഥലത്തുള്ള ആളുകളുടെ ഫോട്ടോസാണ് കിട്ടുന്നുള്ളത് ഗൂഗിളിനെ സംബന്ധിച്ചോളം. ഞാൻ ഒരു കോഴിക്കോട്ടുകാരനാണ്. അപ്പോൾ എൻ്റെ ഫോട്ടോസ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ ടെക്സ്ചറും ഞാൻ എന്ത് ഹെയർ സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നുള്ളത്, ഞാൻ ഏതൊക്കെ എക്യുപ്മെൻറ്റ്സാണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ ആയിരിക്കും കറക്റ്റ് ഡാറ്റ കിട്ടുന്നുള്ളത്. ഇതൊരിക്കലും ചിലപ്പം ഡയറക്റ്റ്ലി നമ്മളെടുത്തിട്ട് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷേ നമുക്ക് ഇങ്ങോട്ടൊരു ഫ്രീ സാധനം തന്നു, മറിച്ച് അവരിങ്ങനെ സാധനം എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനെ ഏതൊരു തലത്തിലൊക്കെ അവർ യൂസ് ചെയ്യും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട. ഒരു പക്ഷേ ചിലപ്പം 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും അടിപൊളി വീഡിയോ ക്രിയേഷൻ ടൂളുകളൊക്കെ വരുന്നുണ്ടാവുക. അതിനുള്ള ഡാറ്റ ട്രെയിൻ ചെയ്യാനുള്ള AI ഇമേജസ് ഒരു പക്ഷേ നമ്മളൊക്കെ കൊടുക്കുന്ന ഈ ഇമേജുകളിൽ നിന്ന് ആവാം. നമുക്കതിനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ആ ലെവലൊക്കെ നമ്മൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്കറിയാം, ഇതിൻ്റെ മുന്നേ ആയിട്ട് ChatGPTയുടെ ഇതേപോലത്തെ ഒരു ഇതുണ്ടായിരുന്നു, ഗിബ്ലി എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്നും ഒരുപാട് പേര് നമ്മൾ ഇമേജുകൾ വെച്ചിട്ട് ചെയ്തു. പിന്നീട് സോറ പോലത്തെ ടൂളുകളൊക്കെ ഭയങ്കര അപ്ഡേഷൻസ് വരുന്നുണ്ട്. നമ്മൾ ഈ സാധനം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ന്യൂസ് ചാനലൊക്കെ വരുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്തത് പണിയാവുമോ? അതെ, ആ ഒരു സാധനം വെച്ചിട്ട് ട്രെൻഡ് ആവുന്നുണ്ട്. അതെ, ട്രെൻഡാക്കി മാറ്റുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നുള്ളത്. ട്രെൻഡാക്കി മാറ്റിയിട്ട് ഈ കിട്ടുന്ന ഡാറ്റാസ് അവർ എന്തിനു യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെ.